നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദോഹയിൽ കോവിഡ് ഭീഷണി പൂർണ്ണമായും ഒഴിയാത്ത സാഹചര്യത്തിൽ സെപ്റ്റംബർ 1 മുതൽ സ്കൂളുകൾ തുറക്കുന്നതിൽ രക്ഷിതാക്കളുടെ ആശങ്ക തുടരുകയാണ്. 2020-21 അധ്യയന വർഷത്തിന്റെ ആദ്യ സെമസ്റ്ററിൽ ഓൺലൈൻ പഠനരീതി മാത്രം മതിയെന്ന വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ട് കൂടുതൽ രക്ഷിതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദ പെനിൻസുല പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിനോട് പ്രതികരിച്ചാണ് കൂടുതൽ രക്ഷിതാക്കൾ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. പത്രം പുറത്തുവിട്ട സർവേയിൽ 85% രക്ഷിതാക്കളും ആദ്യ സെമസ്റ്ററിൽ ഓൺലൈൻ ക്ലാസ് മതി എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കുറച്ച് രക്ഷിതാക്കൾ മാത്രമാണ് ക്ലാസ് റൂം പഠനം ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകത ഉന്നയിച്ച് സ്കൂൾ തുറക്കുന്നതിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. സർവേ റിപ്പോർട്ടിനോട് പ്രതികരിച്ച ദിനപത്രത്തിലേക്ക് ഇമെയിൽ വഴിയായും പത്രത്തിന്റെ സമൂഹ മാധ്യമ പേജുകളിലൂടെയുമാണ് രക്ഷിതാക്കൾ തങ്ങളുടെ ആശങ്ക അറിയിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും ആശങ്ക രേഖപ്പെടുത്തിയത് ചെറിയ കുട്ടികളെ കുറിച്ചാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആദ്യ സെമസ്റ്ററിൽ ഓൺലൈൻ പഠനരീതി മതി എന്നാണ് രക്ഷിതാക്കൾ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുന്നത്. അതേസമയം മന്ത്രാലയം മുന്നോട്ട് വെച്ച മിശ്ര പഠന രീതിയെ പിന്തുണച്ച് രംഗത്തെത്തിയ രക്ഷിതാക്കൾ പറയുന്നത് ദീർഘകാലം ക്ലാസ് റൂമുകളുമായി വിദ്യാർത്ഥികൾക്ക് ബന്ധമില്ലാതിരുന്നാൽ അത് അവരുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ്. മാനസിക വളർച്ചയും വിദ്യാർത്ഥിയുടെ പഠന മികവിനെയും ഇത് ബാധിക്കുമെന്നും രക്ഷിതാക്കൾ ഓർമ്മപ്പെടുത്തി. രാജ്യത്തെ COVID-19 കേസുകൾ 0-ൽ എത്തുന്നതുവരെയെങ്കിലും സ്കൂളുകൾ തുറക്കുന്നത് നീട്ടിവെക്കണമെന്നും നിലവിലെ സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതിന് മാനസികമായി തയ്യാറല്ല എന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നു. മന്ത്രാലയം തങ്ങളുടെ അപേക്ഷകളും അഭ്യർത്ഥനയും സ്വീകരിക്കണമെന്നും കണക്കിലെടുക്കണമെന്നും ആദ്യ സെമസ്റ്ററിൽ ഓൺലൈൻ ക്ലാസ് മതി എന്ന തീരുമാനത്തിലേക്ക് എത്തണമെന്നും രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു. മന്ത്രാലയം മുന്നോട്ട് വെച്ച ബ്ലെൻഡഡ് ലേണിംഗ് സംവിധാനം പ്രയാസകരമാകുമെന്ന ആശങ്ക പ്രകടിപ്പിച്ച് ചില സ്കൂളുകളും രംഗത്ത് വന്നിട്ടുണ്ട്. ദ പെനിൻസുല ദിനപത്രം നടത്തിയ ഓൺലൈൻ സർവേയിൽ 34,300 പേരാണ് പങ്കെടുത്തത്. സെപ്റ്റംബർ 1 മുതൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ക്ലാസ് റൂം പഠനവും ഓൺലൈൻ പഠനവും സമന്വയിപ്പിച്ചുള്ള മിശ്ര പാഠ്യ വ്യവസ്ഥയായിരിക്കും നടപ്പാക്കുക എന്നും ഇതുപ്രകാരം ഒരു വിദ്യാർത്ഥിക്ക് ആഴ്ചയിൽ 2-3 ദിവസം മാത്രം ക്ലാസ്സിൽ എത്തിയാൽ മതിയാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയാണ് കഴിഞ്ഞ ദിവസം മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. രാജ്യത്തെ സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങൾക്കും പ്രീ സ്കൂളുകൾക്കും ഉന്നത കലാലയങ്ങൾക്കും ഇത് ബാധകമായിരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം സെപ്റ്റംബർ 1 മുതൽ സ്കൂളുകൾ തുറക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ സ്കൂളിൽ എത്തിയുള്ള പഠനം ദുഷ്കരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസുകളിൽ നേരിട്ട് എത്തേണ്ട എന്നും അറിയിച്ചു. ഇവർക്ക് ഇളവിനായി മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാം. വിട്ടുമാറാത്ത രോഗമുള്ള വിദ്യാർത്ഥികൾ, വീടുകളിൽ മാറാരോഗമുള്ള വിദ്യാർത്ഥിയുടെ ഉറ്റബന്ധു എന്നിവർക്കാണ് സ്കൂളിലെത്തിയുള്ള പഠനത്തിൽ മന്ത്രാലയം ഇളവ് നൽകിയിരിക്കുന്നത്. എന്നാൽ ദേശീയ മേൽവിലാസ സർട്ടിഫിക്കറ്റിനോട് കൂടി അംഗീകൃത മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ ഹാജരാക്കിയാൽ മാത്രമേ മന്ത്രാലയം നൽകി ഇളവ് ലഭിക്കുകയുള്ളൂ. പ്രധാന പരീക്ഷകൾക്കായി ഇവർ സ്കൂളിൽ നേരിട്ടെത്തുകയും വേണം. അതിനായി മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിനുള്ള എളുപ്പമാർഗം മൈ ഹെൽത്ത് പേഷ്യന്റ് പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെയും PHCCയുടെയും ഹെൽത്ത് കാർഡുള്ള എല്ലാ രോഗികൾക്കും പോർട്ടലിൽ നിന്നും സർട്ടിഫിക്കറ്റ് സ്വയമേ ലഭ്യമാകും. പേഷ്യന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്തവർ സർട്ടിഫിക്കറ്റിനായി ഉടൻ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ നടപടികൾ 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാകും. PHCC ഹെൽത്ത് സെന്റർ വഴിയും അപേക്ഷിക്കാം. ഖത്തർ ഹെൽത്ത് കാർഡുള്ള എന്നാൽ PHCCയുടെയോ HMCയുടെയോ ചികിത്സാ സൗകര്യം ലഭിച്ചിട്ടില്ലാത്ത മാറാരോഗമുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഹെൽത്ത് സെന്ററിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ക്രോണിക് കണ്ടീഷൻ റെക്കോർഡ് ചെയ്യുകയും വേണം. രോഗികൾക്ക് ഈ സർട്ടിഫിക്കറ്റിനായി ഹെൽത്ത് സെന്ററിൽ കൂടിക്കാഴ്ച നടത്തി അപേക്ഷിക്കാം. ഹെൽത്ത് കാർഡ് ഇല്ലാത്തവർക്ക് അർദ്ധ സർക്കാർ സ്വകാര്യ ആരോഗ്യ കേന്ദ്രത്തിലെത്തി സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാം. സ്വകാര്യ കേന്ദ്രങ്ങളിൽ ഇതിന് നിശ്ചിത ഫീസ് നൽകേണ്ടി വരും. മെഡിക്കൽ എക്സ്പെൻഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ HMC കസ്റ്റമർ സർവീസിലും ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.